2025 ആദ്യ മലയാള ചിത്രമായ ഐഡന്റിറ്റി ടൊവിനോ തോമസ് നായകനായിരുന്ന ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം 4 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 23 കോടി രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ഇത് എന്തുകൊണ്ട് നമ്മൾ വിശകലനം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, സിനിമയ്ക്ക് സമ്മിശ്ര അഭിപ്രായമായിരുന്നു ആദ്യ ദിവസം മുതൽ ലഭിച്ചുകൊണ്ടിരുന്നത്. വലിയ മികച്ച അഭിപ്രായങ്ങൾ ആയിരുന്നില്ല. എന്നാൽ 4 ദിവസം കൊണ്ട് 23 കോടി രൂപ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എന്നുള്ളത് നിസ്സാര തുകയുമല്ല. ടൊവിനോ എങ്ങനെ ഇത് അച്ചീവ് ചെയ്തു? ഒന്ന് വിശകലനം ചെയ്താലോ ടൊവിനോയുടെ കരിയർ കഴിഞ്ഞ 2 വർഷങ്ങൾക്കിടയിൽ 2024 പരിശോധിച്ച് നോക്കിയാൽ ARM അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രം വന്നത് ടൊവിനോ തോമസിനെ സംബന്ധിച്ചിടത്തോളം ടൊവിനോയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ചിത്രമായിട്ടാണ്. ഏകദേശം 118 ദിവസത്തെ ഷൂട്ടിംഗ്, 3Dയിൽ ഒരുക്കപ്പെടുന്ന ചിത്രം, നവാഗതനായ ഒരു സംവിധായകന് മേൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നിർമ്മാതാവ് രംഗത്തെത്തുന്നു. ഓണം വിന്നറിലൊന്നായി അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രം മാറുകയും ചെയ്യുന്നു. ലോകത്തിലൊട്ടാകെ തന്നെ, ഇന്ത്യ ഒട്ടാകെ തന്നെ, ആദ്യം നമുക്ക് ഇന്ത്യ ഒട്ടാകെ പരിശോധിക്കാം. ഇന്ത്യ ഒട്ടാകെ തന്നെ ആ ചിത്രത്തിന് മികച്ച അഭിപ്രായം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്രയധികം ഹൈപ്പിലായിരുന്നു അജയന്റെ രണ്ടാം മോഷണം വന്നത്. ഹൈപ്പിൽ വന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. കാരണം ഏകദേശം 30 കോടിയോളം രൂപയാണ് ചിത്രത്തിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയധികം ആളുകളിലേക്ക് എത്തുക, അതിനനുസരിച്ചുള്ള വ്യൂവർഷിപ്പ് കൂട്ടുക, പ്രത്യേകിച്ച് തിയേറ്ററിലേക്ക് ആളുകളെ കൊണ്ടുവരികയും വേണമല്ലോ. അങ്ങനെ വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടി മികച്ച പ്രൊമോഷൻ സ്ട്രാറ്റജി തന്നെയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഒരുക്കിയിരുന്നത്. ടൊവിനോയുടെ കരിയറിലെ തന്നെ ട്രിപ്പിൾ റോളിൽ വരുന്നു. ആ 3 റോളുകളിലും ഗംഭീര അഭിപ്രായങ്ങൾ ടൊവിനോ വാങ്ങിക്കൂട്ടുകയും ചെയ്യുന്നു. അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രം അതിഗംഭീര ഹിറ്റായി മാറുകയും ചെയ്യുന്നു. പിന്നാലെ അതിൻ്റെ വ്യാജ പതിപ്പ് പുറത്തു വരുന്നു. അതിന് ആ സിനിമയെ കൊല്ലാൻ കഴിയുന്ന, ആ സിനിമയെ നശിപ്പിക്കാൻ കഴിയുന്ന എല്ലാ രീതിയിലും പല വ്യക്തികളും പല സൈറ്റുകളിൽ, പ്രത്യേകിച്ച് തമിഴ് ബ്ലാസ്റ്റേഴ്സ് ഉൾപ്പെടെയുള്ള വെബ്സൈറ്റുകളിൽ ചിത്രത്തിൻ്റെ ലീക്ഡ് വേർഷൻ പുറത്തിറങ്ങിയിരുന്നു. വളരെ സങ്കടകരമായ കാഴ്ചയാണ് അതൊക്കെ. പക്ഷേ അങ്ങനെയൊക്കെ വന്നെങ്കിൽ പോലും ടൊവിനോയുടെ മാർക്കറ്റ് ഇൻക്രീസ് ആവുകയായിരുന്നു. കാരണം അത്രയധികം തൻ്റെ സിനിമാ കരിയറിലെ ഏറ്റവും വലിയ ചിത്രം അതിഗംഭീരമായ മൈലേജോട് കൂടി തന്നെ ചിത്രം റിലീസിന് ശേഷം തുടർന്നുള്ള ദിവസങ്ങളിലും ടൊവിനോയ്ക്ക് അത് മാനേജ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഐഡന്റിറ്റിയിലേക്ക് വരുമ്പോൾ അജയന്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിന് ശേഷം റിലീസാകുന്ന ടൊവിനോ ചിത്രം എന്ന പ്രത്യേകതയും കൂടിയുണ്ട്. 2025 റിലീസാകുന്ന ആദ്യ മലയാള ചിത്രം. വിനയ് റായ്, തൃഷ കൃഷ്ണൻ, അങ്ങനെ ഒരു വലിയ താരനിര സംഭവിക്കുന്നു. അങ്ങനെ ഒരു വലിയ താരനിര ഉണ്ടായിട്ടും ഈ ചിത്രത്തിന് വേണ്ട രീതിയിലുള്ള ഹൈപ്പ് റിലീസ് ഡേക്ക് മുന്നേ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഐഡന്റിറ്റി ജനുവരി 2 റിലീസാകുന്നു എന്നുള്ളത് പലർക്കും അറിയില്ലായിരുന്നു. പല സോഷ്യൽ മീഡിയ കമൻസുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ പോലും ഈ ചിത്രം റിലീസ് ആയായിരുന്നോ എന്നുള്ള ചോദ്യങ്ങൾ ജനുവരി 1, 2, 3 ഒക്കെ ഉണ്ടായിരുന്നു. 2-ാം തീയതി ചിത്രത്തിന് സമ്മിശ്രമായ അഭിപ്രായമാണ് ലഭിക്കുന്നത്. ചിത്രത്തിന് എങ്ങനെയായിരിക്കും തുടർന്നുള്ള ബോക്സ് ഓഫീസിന് മുന്നേറ്റം ഉണ്ടാകാൻ സാധിക്കുക, എങ്ങനെയായിരിക്കും ചിത്രത്തിന് മുന്നോട്ടുള്ള പോക്ക്, ടൊവിനോയുടെ കരിയറിൽ ഒരു ബാഡ് മാർക്കായിട്ട് ഐഡന്റിറ്റി മാറുമോ എന്നുള്ള സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പാടെ പൊട്ടിത്തെറിച്ചുകൊണ്ടാണ് ടൊവിനോ ഇത്തവണ 2025 മാർക്ക് ചെയ്തിരിക്കുന്നത്. മലയാള സിനിമയ്ക്കും അത് ഗുണകരമാണ് എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. കാരണം ആദ്യമായി റിലീസ് ചെയ്യുന്ന 2025 ഒരു മലയാള ചിത്രത്തിന് മികച്ച ഒരു തുടക്കം നേടുമ്പോൾ തുടർന്നുള്ള സിനിമകൾ വരാനുള്ളത്, പ്രത്യേകിച്ച് ജനുവരിയിൽ തന്നെ വലിയ താരനിരകളുള്ള ചിത്രങ്ങളൊക്കെ തന്നെ വരാനുള്ളതാണ്. ഒരു മമ്മൂട്ടി ചിത്രം വരാനുണ്ട്, ഒരു മോഹൻലാൽ ചിത്രം വരാനുണ്ട്, ഒരു ആസിഫ് അലി ചിത്രം വരാനുണ്ട്. അങ്ങനെ ജനുവരി മാസം മാത്രം എടുത്തു നോക്കിയാൽ പോലും ഒരു വലിയ ഇനീഷ്യൽ കളക്ഷൻ ഐഡന്റിറ്റി എന്ന ചിത്രം സ്വന്തമാക്കുമ്പോൾ അത് ഗുണകരമാകുന്നത് മലയാള സിനിമയ്ക്ക് തന്നെയാണ്. അങ്ങനെ 4 ദിവസം കൊണ്ട് 23 കോടി രൂപ എന്ന വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുകയാണ് ടൊവിനോ ചിത്രമായ ഐഡന്റിറ്റി. ചിത്രത്തിൽ ഹരൺ ശങ്കർ എന്ന കഥാപാത്രമായിട്ടാണ് ടൊവിനോ അവതരിപ്പിക്കുന്നത്. ടൊവിനോയുടെ കരിയറിൽ തന്നെ വ്യത്യസ്തമായ ഒരു വേഷം തന്നെയാണ് ഐഡന്റിറ്റിയിലുള്ള ഹരൺ ശങ്കർ എന്ന് പറയേണ്ടി വരും. ചിത്രത്തിൽ ഒരു മികച്ച ത്രില്ലർ സ്വഭാവമുള്ള ഒരു ചിത്രമായിട്ട് എടുത്തു നോക്കിയാൽ പോലും ചിത്രത്തിൻ്റെ ഡ്യൂറേഷൻ ഒരു വെല്ലുവിളിയായി മാറിയിട്ടുണ്ടെങ്കിൽ പോലും ടൊവിനോ ചിത്രമായ ഐഡന്റിറ്റിക്ക് ഇപ്പോഴും ബുക്കിംഗ് സ്റ്റാറ്റസുകളിൽ മികച്ച അഭിപ്രായങ്ങൾ തന്നെയാണ് നേടുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ശനി ഞായറാഴ്ചയൊക്കെ തന്നെ വീക്കെൻഡ് ഏറ്റവും പ്രധാനപ്പെട്ട ഫസ്റ്റ് വീക്കെൻഡ് ആയിരുന്നു. ആ ഫസ്റ്റ് വീക്കെൻഡിൽ പോലും ബുക്ക് മൈ ഷോ ഉൾപ്പെടെയുള്ള ഓൺലൈൻ ബുക്കിംഗ് വെബ്സൈറ്റുകളിലൊക്കെ തന്നെ മികച്ച അഭിപ്രായങ്ങളും മികച്ച ടിക്കറ്റ് ബുക്കിംഗ്സും ഐഡന്റിറ്റി എന്ന ചിത്രത്തിന് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കാം ടൊവിനോ ചിത്രമായ ഐഡന്റിറ്റി ബോക്സ് ഓഫീസിൽ മുന്നേറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. ഐഡന്റിറ്റിയിലൂടെ ടൊവിനോയ്ക്ക് വീണ്ടും ARMൽ നിന്ന് ഒരു പടി മുകളിലോട്ട് പോകാൻ സാധിക്കുകയാണെങ്കിൽ, കുറച്ചുകൂടി ഒരു മാർക്കറ്റ് വൈഡനിങ് ടൊവിനോയ്ക്ക് സാധിക്കുകയാണെങ്കിൽ, കാരണം നമ്മൾ സിനിമ കണ്ടവർക്ക് മനസ്സിലായി കാണും, ഒരു ഹോളിവുഡ് ലെവലിലാണ് ഈ ചിത്രത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തിരിക്കുന്നത്. ഒരു ഹോളിവുഡിൽ എന്ന് പറഞ്ഞാൽ അത്രയും അധികം ഗംഭീരമായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. പ്രത്യേകിച്ച് 2 ഫൈറ്റ് സീക്വൻസ് ഒക്കെ അതിഗംഭീര ഫൈറ്റ് സീക്വൻസസ് ആണ്. ഇതിൽ എടുത്ത് സൂചിപ്പിക്കുന്ന സ്റ്റോറി ലൈൻ അതും അതിഗംഭീരമായ സ്റ്റോറി ലൈനാണ്. പക്ഷേ എങ്ങനെയായിരിക്കാം ചിത്രത്തിന് മുന്നോട്ടുള്ള പോക്ക്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫസ്റ്റ് വീക്കെൻഡ് കഴിയുമ്പോഴേക്കും 4 ദിവസങ്ങൾക്കുള്ളിൽ 23 കോടി രൂപ കളക്ഷൻ എന്നുള്ളത് നിസ്സാര തുകയല്ല. വരും ദിവസങ്ങളിൽ ടൊവിനോയ്ക്ക് എത്രമാത്രം മാർക്കറ്റ് റീച്ച് ചെയ്യാൻ പറ്റും, എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കി കാണേണ്ടതാണ്.